നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പൂരാടം നക്ഷത്ര ജാതർക്ക് പൂരാട നക്ഷത്ര ജാതരെ സംബന്ധിച്ചാണ്. പൂരാട നക്ഷത്ര ജാതർ 33 വയസ്സ് മുതൽ 51 വയസ്സ് വരെ രാഹുർ ദശാകാലമാണ്. ഏകദേശ കണക്കാണ് കേട്ടോ. കൃത്യമായ കണക്ക് ഓരോരുത്തരുടെയും ജനനസമയം വെച്ച് കൂട്ടിയെടുക്കുന്നതാണ്. നമ്മളിവിടെ ഏകദേശ കണക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇതൊരു പൊതുവായ വീഡിയോ ആണ്. കാരണം ഏകദേശ കണക്കെന്ന് പറയാൻ കാരണം ഏതൊരു പൂരാട നക്ഷത്രജാതനും ജനിക്കുന്നത് ശുക്രദശാകാലത്തിലാണ്. ശുക്രദശയുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 20 വർഷമാണ്. എന്നാൽ ജന്മദശയായതുകൊണ്ട് ഏതൊരു പൂരാട നക്ഷത്ര ജാതനും 20 വർഷം ശുക്രൻ കിട്ടണമെന്നില്ല. ചിലപ്പോൾ 10 വർഷമായിരിക്കാം. ജനനസമയത്തെ ആധാരമാക്കിയാണിത് കിട്ടുക. 10 വർഷമായിരിക്കാം, 5 വർഷമായിരിക്കാം, 10 ദിവസമായിരിക്കാം, ചിലപ്പോൾ 20 വർഷമായിരിക്കും. ഈ ഒരു കണക്കുകൂട്ടലിലെ വ്യത്യാസം കൊണ്ട് നമ്മൾ പ്രാഥമിക ദശാകാലമായ ശുക്രനെ ഒരു ഏകദേശ കണക്കിന് വേണ്ടിയിട്ട് പാതി എടുക്കുന്നു. 10 വർഷം എന്നാണ് നമ്മൾ എടുക്കുക. അപ്പം ഏതൊരു പൂരാട നക്ഷത്രജാതനും ജനിച്ച് 10 വയസ്സ് വരെ ശുക്രദശയും, 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ സൂര്യദശയും, 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ചന്ദ്രദശയും, 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ചൊവ്വാദശയും, 33 വയസ്സ് മുതൽ 51 വയസ്സ് വരെ രാഹുർ ദശാകാലവുമായിരിക്കും. അപ്പം നമ്മളിവിടെ ഇന്ന് പറയുന്നത് രാഹുർ ദശാകാലത്തെക്കുറിച്ചാണ്. മറ്റുള്ള ദശാകാലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇടുന്നുണ്ട്. അപ്പോൾ രാഹുർ ദശാകാലം എങ്ങനെയായിരിക്കും ഒരു പൂരാടം നക്ഷത്ര ജാതനെ സംബന്ധിച്ച് എന്ന് നമ്മൾ നോക്കിയാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്ന് ഒറ്റവാക്കി പറയാം. ഇനി കൂടുതലായിട്ടുള്ള ആധികാരികതയിലേക്ക് കടന്നാൽ ഏതൊരു പൂരാട നക്ഷത്ര ജാതനെ സംബന്ധിച്ചും രാഹുർ എന്നല്ല ഏത് ഗ്രഹം ദശാനാഥനായിട്ട് വന്നാലും ആ ഗ്രഹം എന്തൊക്കെ ബലങ്ങളാണ് ഇവർക്ക് നൽകാൻ പോകുന്നതെന്ന് നമുക്ക് അറിയണമെങ്കിൽ ആ ഗ്രഹം ആ വ്യക്തിയുടെ ജാതകത്തിൽ ആ വ്യക്തിക്ക് നന്മ ചൊരിയുന്ന ഭാവത്തിലാണോ നിൽക്കുന്നത്, അതല്ല തിന്മ ചൊരിയുന്ന ഭാവത്തിലാണോ നിൽക്കുന്നത് നോക്കണം. ശുഭനോ അശുഭനോ എന്ന് നോക്കണം. ശുഭനാണ് ഗ്രഹമെങ്കിൽ, ഗ്രഹസാന്നിധ്യം ശുഭകരമാണെങ്കിൽ ധാരാളം ശുഭഫലങ്ങൾ ലഭിക്കും. ഗ്രഹസാന്നിധ്യം അശുഭമാണെങ്കിൽ ദോഷഫലങ്ങളും കിട്ടും. അശുഭമാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദോഷഫലങ്ങൾ കിട്ടും. ആ ഗ്രഹവുമായിട്ട് വിരോധമുള്ള ശത്രുക്കളുള്ള ഗ്രഹങ്ങളുടെ അപകാരങ്ങൾ വരുമ്പോൾ കുറച്ച് നല്ലതായിരിക്കും എന്ന് മാത്രമേ. എങ്കിലും രാഹുർ ദശാകാലം എന്ന് പറയുന്നത് പൂരാട നക്ഷത്രജാതരെ സംബന്ധിച്ച് 33 വയസ്സ് മുതൽ ഏകദേശം 51 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ്. ഈ രാഹുർ ദശാകാലത്തിൽ ശുഭനായിട്ടുള്ള രാഹുർ ആണെങ്കിൽ, ശുഭനാണ് രാഹുർ ജാതകത്തിലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കുക നോക്കിയാൽ രാഹുറിനെ സംബന്ധിച്ച് ഇന്ന കാര്യത്തിലാണ് ഗുണഫലം നൽകുക എന്ന് പറയുന്നത് അത്ര ശരിയല്ല. രാഹുർ ഒരാളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ, ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ, ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഏത് വിധേനയും ഉയർത്തിയിരിക്കും. അതാണ് മഹർഷിമാർ പറഞ്ഞ നിധി കൊടുത്തു പോലും നിധി കിട്ടുക എന്ന് പറയില്ലേ, ആ നിധി ഈ ജാതകനെ കൊടുത്തു പോലും രാഹുർ ആ വ്യക്തിയെ ഉയർത്തും. പിന്നെ ബാക്കി പറയേണ്ടതില്ലല്ലോ. രാഹുർ ദശാകാലത്തിലാണ് ഒരുപാട് നേതാക്കന്മാർ അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തകർ നേതൃപദവിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഒരു ഗതിയും പരഗതിയില്ലാതെ കിടന്ന പലരും ഉന്നത സ്ഥാനമാനങ്ങളിൽ എത്തുന്നത്, തളർച്ചയുടെ വക്കിൽ കിടന്ന വ്യാപാരങ്ങൾ ഉത്തുംഗ സ്വർഗങ്ങളിലെത്തുന്നത്. രാഹുർ ദശാകാലം എന്ന് പറയുന്നത് വക്കീലന്മാരെ സംബന്ധിച്ച്, കള്ള് കാച്ചുന്നവരെ സംബന്ധിച്ച്, മദ്യവ്യവസായം ചെയ്യുന്നവരെ സംബന്ധിച്ച്, പെട്രോളിയം ഖനനം ചെയ്യുന്നവരെ സംബന്ധിച്ച്, അതുമായിട്ട് അനുബന്ധ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച്, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവരെയും വിപണനം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും സംബന്ധിച്ചൊക്കെ തന്നെ ഒരുപാട് വളർച്ചയ്ക്ക് ഉതകുന്ന കാലഘട്ടമായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ. രാഹുർ സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കണമെന്ന ആഗ്രഹമുള്ളവന് എന്തെങ്കിലും ഒരു വരുമാനം സ്ഥിരമായിട്ട് ഏർപ്പാടാക്കി കൊടുക്കാൻ 18 വർഷത്തെ രാഹുർ ദശാകാലത്തിൽ രാഹുർ വിചാരിച്ച് നടക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നിൽക്കുന്നവൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ തീർത്തവനെ ഒരു ധനാഢ്യനാക്കാൻ രാഹുർ ദശാകാലത്ത് സാധിക്കും. അതുപോലെ തന്നെ വലിയ വിവാദമുണ്ടാക്കിയിരുന്ന, ഭയന്നു പോയിരുന്ന പല കോടതി നടപടികളും അനുകൂലമാക്കി കൊണ്ടുവരാൻ രാഹുറിന് കഴിയും. ദശാകാലത്തെ അനുഭവങ്ങളുള്ളവർ പറയുന്നത്. അതുപോലെ രാഹുർ ദശാകാലം എന്ന് പറഞ്ഞാൽ സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, ആഗ്രഹിക്കുന്ന, അതായത് ദേവാംഗനയെ ആഗ്രഹിക്കുന്ന ഒരു അസുരനെ സംബന്ധിച്ചിടത്തോളം അസുര ദേവന്മാരുടെ വേർതിരിവറിയാലോ. ദേവാംഗനയാണ് ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നതെങ്കിൽ രാഹുർ ദശാകാലം, രാഹുർ എന്ന് പറയുന്ന ദശാനാഥൻ
ആ ദേവാംഗനയെ അസുരന് സമ്മാനിക്കും എന്നാണ് പഴമൊഴി. അത്രയേറെ ബലവാനും അനുഗ്രഹ വർഷദാതാവുമായിട്ടാണ് രാഹുർ ഭഗവാനെ വിലയിരുത്തുന്നത്. അപ്പം രാഹുർ ദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമായിരിക്കും. ഇനി രാഹുർ പ്രതികൂലനായാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് രാഹുറിൻ്റെ അനുകൂല ഭാവത്തെക്കുറിച്ചാണ്. ഈ രാഹുർ ആ ഒരു ജാതകന്, ആ ഒരു നക്ഷത്രക്കാരന് ദോഷകാരിയാണ്. എന്തായിരിക്കും സംഭവം? ഇടപെട്ടുള്ള നീർവീഴ്ച രോഗങ്ങളിൽ തുടങ്ങും. നീർവീഴ്ച എത്ര ചികിത്സിച്ചാലും രക്ഷയില്ല. നീർവീഴ്ച വന്നിട്ടിരിക്കുക. നീർവീഴ്ച വന്ന് എന്തെങ്കിലും കരളിലോ എവിടെയെങ്കിലും നീർവീഴ്ച വന്ന് ചിലപ്പം ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറാം. അതുപോലെ തന്നെ കാലിൻ്റെ പിൻഭാഗത്ത്, അതായത് മുട്ടിന് താഴേക്കുള്ള ഭാഗത്തിൻ്റെ കാലിൻ്റെ പിൻഭാഗത്ത് മസിലുകൾക്ക് വേദനയും വിഷമവും ഉണ്ടാവാം. മൂത്രം ഒഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടാവാം. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ഞരമ്പുമായി ബന്ധപ്പെട്ടുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാവാം. അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങളുണ്ടാകും. മരക്കൊമ്പ് ഒടിഞ്ഞ് വീഴുന്നത് മുതൽ, മരക്കൊമ്പ് എവിടെയെങ്കിലും നമ്മൾ നിൽക്കുമ്പം മരക്കൊമ്പ് ഒടിഞ്ഞ് നമ്മുടെ മേലെ പതിക്കുന്നത് മുതൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വരെ അപകടങ്ങളുണ്ടാകാം. പാറക്കെട്ടിലേക്ക് കാർ മറിഞ്ഞു, കൊക്കയിലേക്ക് കാർ മറിഞ്ഞു എന്നൊക്കെ പറയാറില്ലേ? അതൊക്കെ രാഹുർ പ്രതികൂലനായിരിക്കുന്ന അവസ്ഥയിൽ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വ്യവസായത്തിൽ വ്യാവസായികമായിട്ടുള്ള നഷ്ടം. അങ്ങനെ വരുമ്പോഴത്തേക്കും മനസമാധാനത്തിനായിട്ട് നമ്മൾ ലഹരിയെ ആശ്രയിക്കും. ലഹരിയെ ആശ്രയിക്കുമ്പം തീർച്ചയായിട്ടും അതിനകത്ത് ചൂതുകളി വരും, ചതുരംഗക്കളി വരും, കുതിര റേസ് വരും, സ്ത്രീ വരും. ഇതെല്ലാം രാഹുറിന് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. ഇതിലൊക്കെ നമ്മൾ മുഴുകുമ്പം കയ്യിലിരിക്കുന്ന മൊത്തം പോകും. കയ്യിലിരിക്കുന്ന ധനം മുഴുവൻ പോയി കഴിയുമ്പോൾ നമുക്കെന്ത് പറ്റും? ഭ്രാന്തമായ അവസ്ഥയിലാകും. അപ്പം ഒരുത്തനെ ഉന്നത സ്ഥാനമാനത്തെത്തിക്കാൻ, അത് വലിയ വലിയ ന്യായാധിപന്മാരായിട്ടിരിക്കുന്നവരെ സ്വാധീനിക്കുന്നത് രാഹുറാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വലിയ ഉയരത്തിലിരുന്ന ഒരുത്തരെ എടുത്ത് പാതാളത്തിലേക്ക് ഇടുന്ന രാഹുറായിരിക്കും. ഇപ്പം രാഹുർ ദശാകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദ്യപാന ലഹരി വിഷയങ്ങളിൽ മുഴുകാതിരിക്കുക. മദ്യപാനത്തിന് പോകരുത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ചൂതുകളി പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്, സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടരുത്, രഹസ്യ ഇടപാടുകൾ, അതായത് നിയമത്തിനും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകളിലൊന്നും പെടരുത്. പെട്ടാൽ നിങ്ങൾ പെട്ടു. അതാണ് വാസ്തവം. ലഹരിയാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോരുന്നതെങ്കിൽ രാഹുർ ദശാകാലത്തിൽ ഈ സാധനമൊക്കെ ഒരുപാട് ഉപയോഗിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ രാഹുർ തരും. അവസാനം എടുത്തിട്ടൊരു അലക്കല, അതിൽ നമ്മൾ പെട്ടുപോകും. മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവന് രാഹുർ ദശാകാലത്തിൻ്റെ അവസാനം ലിവർ സിറോസിസ് വരാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവന് രാഹുർ ദശാകാലത്തിൻ്റെ ഒരു പകുതി കഴിയുമ്പോഴത്തേക്കും മാനസികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പറ്റി വന്നേക്കാം. ചൂതുകളെയും മറ്റുമൊക്കെ നടത്തി പോകുന്നവനെ സംബന്ധിച്ച് ഏകദേശം കുറച്ച് കഴിയുമ്പോൾ ധനമെല്ലാം നഷ്ടപ്പെട്ടവൻ നിയമത്തിൻ്റെ പിടിയിലാകാം. ജാരസംസർഗത്തിന് പോകുന്നവനെ സംബന്ധിച്ച് രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കും. ഒരു ദിവസം അത് പരസ്യമാകും, തെളിവുകളോടെ പിടികൂടും. അപ്പോൾ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് വളരെയേറെ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ടുന്നൊരു കാലഘട്ടമാണ്. അവിടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ദൗർബല്യങ്ങളെ രഹസ്യമായി താലോലിച്ച് വളർത്താൻ പാടില്ല. സൂക്ഷിച്ച് മുന്നോട്ട് പോകാം. വ്യക്തിത്വനാശം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞ അടുത്ത വീഡിയോകൾ വേറെ ചെയ്യുന്നുണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് രാഹുർ പിഴച്ചു പോയാൽ എന്താണ് ദോഷപരിഹാരം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹുർ ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ രാഹുർ കാല സമയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ സമയത്ത് രാഹുർ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തുക. നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നീല നിറത്തിലുള്ള പട്ടുടയാടയിൽ വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തിയും 4 മുഴം മുല്ലപ്പൂവും കൂടെ ചേർത്ത് രാഹുർ ക്ഷേത്രത്തിലോ നാഗർ ക്ഷേത്രത്തിലോ സമർപ്പിക്കാം. എള്ളെണ്ണ അടക്കമുള്ള വസ്തുക്കൾ കൊണ്ട് ക്ഷേത്രത്തിലെ ഇരുമ്പ് വിളക്കിൽ ഒഴിച്ച് തിരിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വര പ്രാർത്ഥനയിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. രാഹുർ ദശയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ്. കൂടുതലായിട്ട് നമ്മൾ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ പുറകെ വരുന്നതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ചെറിയ കാര്യങ്ങൾ
അറിയാൻ വേണ്ടിയിട്ട് 9288115644 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് സമയം പോലെ മറുപടി നൽകുന്നതാണ്. ഇതാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.